ഹലോ ഓൾ, എല്ലാവർക്കും സ്വസ്തിയുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ 2 അമ്പലങ്ങളിലേക്കാണ്. ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിരുന്നത് പെരളശ്ശേരി അമ്പലത്തിലേക്ക് മാത്രമായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് എന്നാൽ പിന്നെ തൊട്ടടുത്തുള്ള മക്രേരി അമ്പലത്തിൽ കൂടെ ഒന്ന് പോയേക്കാം എന്ന് തീരുമാനിച്ചത്. നേരെ അമ്പലക്കുളത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ കൽപ്പടവുകൾ നിങ്ങൾക്കൊക്കെ നല്ല പരിചയം കാണും. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്റ്റെപ്പ് വെല്ലാണ് ഇവിടുത്തേത്. പഴയകാല ശില്പികളുടെ വാസ്തുചാരുതയിൽ വിരിഞ്ഞ ഈ കൽപ്പടവുകൾ ഒരുപാട് സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടവിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് മീനുകൾ വന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയൊരു പെഡിക്യൂർ തന്നു. നല്ല സുഖമായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പെരളശ്ശേരി അമ്പലത്തിൻ്റെ ഐതിഹ്യപ്രകാരം സാക്ഷാൽ ശ്രീരാമനാണ് ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. പെരളശ്ശേരി എന്ന സ്ഥലപ്പേരിന് പിറകിലും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് രസകരമായൊരു കഥയുണ്ട്. ശ്രീരാമൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്താനുള്ള വിഗ്രഹം കൊണ്ടുവരാനായി ഹനുമാനെ ഏൽപ്പിച്ചു. എന്നാൽ ഹനുമാൻ കൃത്യസമയത്ത് എത്താത്തതിനാൽ ശ്രീരാമൻ തൻ്റെ കയ്യിലിരുന്ന പെരുവള ഊരി അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ച സ്ഥലം പെരുവളശ്ശേരിയായി. പിന്നീട് അത് ലോപിച്ച് പെരളശ്ശേരിയുമായി. കഥ ഇവിടെ തീരുന്നില്ല. ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴേക്കും ഹനുമാന്റെ വിഗ്രഹവുമായി മുന്നിൽ നിൽക്കുന്നു. ഹനുമാന്റെ അധ്വാനത്തെ മാനിച്ച് ശ്രീരാമൻ അദ്ദേഹത്തോട് ആ വിഗ്രഹം ഇവിടെ നിന്നും 3 കാലടി വെച്ചാൽ എവിടെ എത്തുന്നുവോ അവിടെ പ്രതിഷ്ഠിച്ചു കൊള്ളാൻ പറയുന്നു. അങ്ങനെ അന്ന് ഹനുമാൻ വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് പിന്നീട് മക്രേരി അമ്പലമായി മാറിയത്. ഈ അമ്പലത്തിലെ മറ്റൊരു സവിശേഷതയാണ് ഇവിടുത്തെ സർപ്പപ്രതിഷ്ഠ. ഇന്നാട്ടുകാരുടെ വിശ്വാസമനുസരിച്ച് സർപ്പദോഷം മാറ്റാൻ പെരളശ്ശേരി അമ്പലത്തിൽ വന്ന് സർപ്പത്തിന് കോഴിമുട്ട നേദിച്ചാൽ മതി. അങ്ങനെ ഇവിടുത്തെ തൊഴലും ഫോട്ടോ എടുപ്പുമൊക്കെ കഴിഞ്ഞ് നേരെ മക്രേരിയിലേക്ക് വെച്ച് പിടിച്ചു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മേഘയുടെ വീട്ടിൽ പോയി 2 ഡാൻസ് വീഡിയോസും കൂടെ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആകുമ്പോൾ ലൈറ്റ് പോവുമോ എന്നൊരു ടെൻഷനും ഉണ്ടായി. പക്ഷേ എന്തായാലും മക്രേരി കൂടെ കയറിയിട്ട് പോകാമെന്ന് ഉറപ്പിച്ചു. മക്രേരി എത്തി വണ്ടിയും പാർക്ക് ചെയ്ത് ഒരു ഓട്ട പ്രദക്ഷിണം അങ്ങ് നടത്തി. അപ്പോഴാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തെപ്പറ്റി ഓർത്തത്. ഹനുമാൻ സ്വാമി വാറുകൊണ്ട് അടിച്ചുണ്ടാക്കിയ കുളമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. ഇതിനു മുമ്പ് വന്നപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു കുളത്തിൻ്റേത്. എന്നാൽ ഇപ്പോൾ കുളം വളരെ മനോഹരമായി പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്. ഏറെ പുരാതനമായൊരു ക്ഷേത്രമാണിത്. ക്ഷേത്ര ചുവരുകൾ കണ്ടാൽ തന്നെ അതിൻ്റെ കാലപ്പഴക്കം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവിടെ നിന്നും തൊഴുതിറങ്ങി നേരെ മേഘയുടെ വീട്ടിലേക്ക്. നമ്മളിപ്പോൾ പോകുന്ന വീട്, അതായത് മേഘയുടെ വീട്, മാവിലായിക്കാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തറവാടാണ്. അവിടെ എത്തി പെരളശ്ശേരി അമ്പലത്തിലെ പായസം മേഘയ്ക്കും ആൻറ്റിക്കും കൊടുത്തു. പെരളശ്ശേരി അമ്പലത്തിന് ഒരുപാട് ഫാൻ ബേസ് കൊടുത്ത ഒന്നാണ് ഇവിടുത്തെ അരിപ്പായസം. ചെറുപ്പം മുതൽ പെരളശ്ശേരി അമ്പലത്തിൽ പോയാൽ എല്ലാവരും പായസം വാങ്ങിയേ തിരിച്ചു വരാറുള്ളൂ. പിന്നീട് വീഡിയോ എടുപ്പും കത്തിയടിയുമായി കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. ക്ഷേത്ര ദർശനത്തോടൊപ്പം സ്വസ്തിക്ക് വേണ്ടി 2-3 വീഡിയോസ് കൂടെ എടുത്ത സന്തോഷത്തിൽ മേഘ ഉണ്ടാക്കിയ പുട്ടും കടലയും കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു.